പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സർവശക്തനായ ദൈവം നമ്മളെ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ഉയർപ്പ് തിരുനാളിന്റെ 1000 മംഗളങ്ങൾ സ്നേഹത്തോടെ ആശംസിക്കുന്നു. ഉയർപ്പ് തിരുനാള് വിജയത്തിന്റെ തിരുനാളാണ്, പ്രത്യാശയുടെ തിരുനാളാണ്. ഈ ലോകത്തെ വിജയിച്ചതിന്റെ, എല്ലാ തിന്മയുടെ ശക്തികളെയും കീഴ്പ്പെടുത്തി വിജയിച്ചതിന്റെ തിരുനാൾ. ഒപ്പം ഈ ലോകത്തിൽ ഏത് വിധത്തിലുള്ള സഹനങ്ങളിലൂടെയും കടന്നു പോകുന്ന മക്കൾക്ക് എല്ലാ തരത്തിലുമുള്ള പ്രത്യാശയുടെ തിരുനാൾ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24:34 നമ്മളിങ്ങനെ വായിക്കുന്നു, കർത്താവ് സത്യമായി ഉയർത്തെഴുന്നേറ്റു. വീണ്ടും കൊറിന്തോസുകാർക്ക് എഴുതിയ 1 ലേഖനം 15:14 നമ്മളിങ്ങനെ വായിക്കുന്നു, ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. അതായത് വിശുദ്ധ പൗലോസ്ലീഹ വളരെ ശക്തിയുക്തം പറയുകയാണ്, ക്രിസ്തുവിന്റെ ഉത്ഥാനമാണ് നമ്മുടെ പ്രസംഗത്തിന്റെ ആധാരം, വിശ്വാസത്തിന്റെ ആധാരം. അതായത് ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്നതിൽ അർത്ഥമില്ല, പ്രസംഗിക്കുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ട് സത്യമായും ക്രിസ്തുവിന്റെ ഉത്ഥാനത്തെ പ്രഘോഷിക്കുകയാണ് അപ്പസ്തോലന്മാര്. വചനം പറയുന്നു, ജീവന്റെ നാഥനെ നിങ്ങൾ വധിച്ചു, എന്നാൽ ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു, അതിന് ഞങ്ങൾ സാക്ഷികളാണ്. ഉണ്ടോ? കണ്ട് അനുഭവിച്ച സാക്ഷ്യം ഉദ്ഘോഷിക്കുകയാണ് അപ്പസ്തോലന്മാര്. ആകയാൽ യേശു കർത്താവാണ് എന്ന് അതരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. അതായത് യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷ ഏതൊരു ദൈവമകനും ദൈവമകൾക്കും ലഭിക്കുന്നത്, അത് നിലനിൽക്കുന്നത് പ്രധാനമായിട്ട് 2 കാര്യങ്ങളിലൂടെയാണ് എന്ന് പൗലോസ്ലീഹ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്ന്, നമ്മുടെ അതരം കൊണ്ട് യേശുവാണ് കർത്താവെന്ന് ഏറ്റു പറയണം, ഏത് സാഹചര്യത്തിലും ഏറ്റു പറയണം. 2, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ആ രക്ഷ. അതായത് യേശുവിലുള്ള നമ്മുടെ വിശ്വാസം അത് യേശുവിൽ ഉത്ഥാനത്തിലുള്ള വിശ്വാസമാണ്. യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് നാം വിശ്വസിക്കണം. പ്രിയപ്പെട്ടവരെ, ഇതിനുള്ള കൃപ ദൈവം തന്നെയാണ് നമുക്ക് തരുന്നത്. യേശുവിൽ വിശ്വസിക്കാനും നമ്മുടെ അതരം കൊണ്ട് യേശുവാണ് കർത്താവെന്ന് ഏറ്റുപറയാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. നമ്മുടെ വിശ്വാസം ഉത്തിതനായ കർത്താവിലാണ്. ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള ശക്തി ഈ വിശ്വാസം തന്നെയാണ്. ആകയാൽ സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, ഹല്ലേലൂയ.